ദൈവത്തിൻ്റെ രണ്ട് വീണ്ടെടുപ്പ് പദ്ധതികൾ. ഒന്ന് സ്വർഗത്തിൻ്റെ വീണ്ടെടുപ്പും ഒന്ന് ഭൂമിയുടെ വീണ്ടെടുപ്പുമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാ? ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണെന്നറിയാമോ? ആകാശം, അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹെവൻ, സ്വർഗങ്ങൾ എന്നാണ്. ദൈവം ആദിയിൽ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ബഹുവചനമാണ് കൊടുത്തിരിക്കുന്നത്. മൂലഭാഷയിൽ ബഹുവചനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഭൂമി എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ഭൂമി മനുഷ്യന് പാർക്കാൻ, സ്വർഗം ദൈവത്തിന് പാർക്കാൻ. അങ്ങനെ ചിത്രമാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ. എന്നാൽ അത് തികച്ചും തെറ്റാണ്. ഈ സ്വർഗവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവമായിരുന്നില്ലേ? അല്ലേ? ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഒരിക്കലില്ലാതെ ഇരുന്നിട്ട് എന്തെങ്കിലും ഉണ്ടായി വന്നവനല്ല ദൈവം. ദൈവം എന്നും എന്നേക്കും ദൈവമായിരിക്കുന്നവനാണ്. അപ്പൊ സ്വർഗം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം അവിടെ ഇരുന്നേ? ദൈവത്തിന് വസിക്കാനായിട്ട് അങ്ങനെ സ്വർഗം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മണ്ഡലമൊന്നും വേണ്ട. ദൈവം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങിയില്ലെന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങിയില്ലല്ലോ. സങ്കീർത്തനം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശലോമോൻ ദേവാലയം പ്രതിഷ്ഠ ചെയ്ത് പറയുന്നുണ്ട്, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങിയില്ലല്ലോ, പിന്നെ ഞാൻ നിനക്ക് പണിതായിരിക്കുന്ന ഈ ദേവാലയം എന്തുള്ളൂ എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് വസിക്കാനായിട്ടൊരു പ്രത്യേക സ്ഥലമൊന്നും വേണ്ട. ദൈവം എവിടെയും ഒതുങ്ങുന്നവനല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ എന്തിനാ സ്വർഗങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചേ എന്ന് ചോദിച്ചാൽ, തിരുവെഴുത്ത് ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുന്നത്, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ സ്വർഗവും അല്ലെങ്കിൽ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി തന്നെയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞെങ്ങനെയാ? നിന്റെ സന്തതി കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും. അപ്പൊ നമ്മൾ വിചാരിക്കും എണ്ണമില്ലാതെ പെരുകുന്നതിന് ഒരു ഭാഷയും ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ സന്തതി പരമ്പര ഇസ്രായേൽ എണ്ണമില്ലാതെ പെരുകും. അപ്പൊ ആ പെരുകുന്നതിന് ഒരു അതിശയോക്തി. രണ്ട് മണ്ഡലങ്ങളും സ്വർഗവും ഭൂമിയും നിന്റെ സന്തതിയെ കൊണ്ട് നിറയ്ക്കുമെന്ന് തന്നെയാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദൈവത്തിന്റെ രണ്ട് വീണ്ടെടുപ്പ് പദ്ധതിയാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്വർഗം ദൈവം വീണ്ടെടുക്കണം, ഭൂമിയും വീണ്ടെടുക്കണം. എന്തിനാ വീണ്ടെടുക്കുന്നേ? ഇത് ദൈവത്തിന്റെ അല്ലേ? സ്വർഗവും ദൈവത്തിന്റെ, ഭൂമിയും ദൈവത്തിന്റെ. അപ്പൊ പിന്നെ ദൈവം പിന്നെ വീണ്ടെടുക്കുന്നതിനാ? നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടതിനെയല്ല വീണ്ടെടുക്കണ്ടേ? ഈ സ്വർഗവും നഷ്ടപ്പെട്ടു പോയി, ഭൂമിയും നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്താ ആർക്കെങ്കിലും പിടിച്ചു പറിക്കാൻ പറ്റുമോ? പിടിച്ചു പറിക്കാൻ പറ്റില്ല. കാരണം സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കാ പിടിച്ചു പറിക്കാൻ പറ്റുന്നത്? ഇതിന്റെ ആധിപത്യം മറ്റൊരുത്തൻ അധീനതയിലാക്കി എന്നുള്ളതാണ് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. സ്വർഗവും ഭൂമിയും സാത്താന്റെ അധീനതയിലായി തീർന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ്? എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ സ്വർഗവും ഭൂമിയും സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നമുക്ക് പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ അറിയാം സാധാരണ, അല്ലേ? നമുക്ക് പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ മനുഷ്യരോടല്ലെന്ന് അർത്ഥം. സാധാരണ മനുഷ്യരോട് നമുക്ക് പോരാട്ടമില്ല. പിന്നെ ആരോടാ നമുക്ക് പോരാട്ടം ഉള്ളത്? നമുക്ക് ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളോടും മാത്രമാണോ? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട്. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്ന എഫെസ്യ ലേഖനത്തിലൂടെ പറയുന്നത്, വിശ്വാസികളായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പോരാട്ടത്തിലാണ്. ആ പോരാട്ടം ഉള്ളത് മനുഷ്യരോടല്ല. മനുഷ്യരോട് ആരോടും നമുക്ക് പോരാട്ടമില്ല. പക്ഷേ നമുക്ക് പോരാട്ടമുണ്ട്. അത് ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളോടാണെന്ന് പറഞ്ഞാൽ സാത്താന്യ സൈന്യങ്ങളോട്, സാത്താനും അവന്റെ അധീനതയിലുള്ളായിരിക്കുന്ന ആ സമൂഹത്തോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഈ അന്ധകാരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ അന്ധകാര ശക്തികൾ എന്ന് പറഞ്ഞാൽ സാത്താന്റെ അധീനതയിലാണ് ഭൂമി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ അന്ധകാര ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. മാത്രമല്ല, അവിടെ നിർത്തിയില്ല, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പൊ അവന് എവിടെ ആധിപത്യമുണ്ട്? സ്വർലോകങ്ങളിലും ആധിപത്യമുണ്ട്. അപ്പൊ സ്വർലോകങ്ങളും ഭൂമിയും സാത്താന്റെ അധീനതയിലായി തീർന്നു. അപ്പൊ ഇത് രണ്ടും വീണ്ടെടുക്കണ്ടായോ? ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് അതിനെ വാഴാൻ ആർക്കാ അധികാരം കൊടുത്തിരുന്നേ? അല്ലേ? ആ വാക്യം നമുക്കൊന്ന് വായിച്ചു മുമ്പോട്ട് പോവാം. ആർക്കാണ് അധികാരം കൊടുത്തതെന്ന് നമുക്കറിയാലോ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു. പുരുഷനെയും സ്ത്രീയെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിങ്ങൾ സകലത്തിന്മേലും, ഭൂമിമേലും സമുദ്രത്തിന്മേലും അതിൽ ജീവിക്കുന്ന സകല ജീവജന്തുക്കളിന്മേലും
വാഴുവിൻ വാഴുവിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭരിക്കാനല്ലേ. ഈ ഭൂമിയും ഇതിലുള്ളതൊക്കെയും ഭരിക്കാൻ തക്കവണ്ണം ദൈവം ഏൽപ്പിച്ചത് മനുഷ്യനെ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ നമുക്കറിയാം, സാത്താൻ ആ മനുഷ്യനെ വഞ്ചിച്ച് സാത്താൻ അവന്റെ കയ്യിൽ നിന്ന് ആ ഭരണം തട്ടിയെടുക്കുകയും ഭൂമിയുടെ ആധിപത്യം അവന്റെ കൈക്കീഴിലാക്കുകയും ചെയ്തു. ഈ സാത്താൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയാണെന്ന് ബൈബിളിലെ പല വാക്യങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഞാനിപ്പോൾ ആദ്യം എഫെസ്യലേഖനം 6:12 മാത്രമല്ലേ വായിച്ചുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും വായിക്കുമ്പോൾ, ഒരിക്കൽ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു, കൂടെ സാത്താനും ചെന്നു. അങ്ങനെയല്ല വായിക്കുന്നത്. വായിച്ചെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഞാൻ വായിച്ചു കേൾപ്പിക്കണ്ടല്ലോ, അറിയാമല്ലോ. അപ്പം ദൈവസന്നദ്ധിയിൽ നിൽക്കാൻ ദൈവപുത്രന്മാർ ചെന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതന്മാർ ദൈവസന്നദ്ധിയിൽ ദൈവത്തിന്റെ കാര്യാലോചന സഭയിൽ ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനുമായിട്ട് ചെന്നപ്പോൾ അവരുടെ കൂടെ പ്രവേശനം ആർക്ക് കിട്ടി? സാത്താനും കിട്ടി. അതുപോലെ തന്നെ സെഖര്യാവിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, കറക്റ്റ്, സിസ്റ്റർക്ക് അറിയാം അല്ലെ? മഹാപുരോഹിതനായ യോശുവ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക സ്വർഗത്തില്. അപ്പോൾ സാത്താനും അവന്റെ അരികിൽ നിന്നുകൊണ്ട് അവനെ കുറ്റം ചുമത്തുക. കണ്ടില്ലേ, ഇവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം വസ്ത്രം മുഷിഞ്ഞു എന്നല്ല, അതൊരു നമുക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയതാണ്. ഇവൻ അത്ര മെച്ചമുള്ള ജീവിതമല്ല ജീവിച്ചെന്ന ഈ മഹാപുരോഹിതനായ യോശുവ അത്ര മെച്ചമുള്ള വ്യക്തിയൊന്നും അല്ല എന്ന് ഇവനെ കുറ്റം ചുമത്തിക്കൊണ്ട് ദൈവത്തോട് പറയുക. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്നിട്ടാണ് നമ്മളെ രാപകൽ അവൻ കുറ്റം ചുമന്ന, അവൻ രാപകൽ നമ്മളെ കുറ്റം ചുമന്ന അപവാദി എന്നാ തിരുവെഴുത്ത് പറയുന്നതല്ലേ? അപ്പൊ അവന് സ്വർഗത്തില് അധികാരമുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഉള്ളിയല്ലയോ, അവനെ ശുഭ്രവസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു, ദൂതന്മാരോട് കൽപ്പിച്ചു യോശുവയെ. എന്ന് പറഞ്ഞാൽ അവൻ അത്രയും ദുരിതപൂർണമായിരിക്കുന്ന ജീവിതം നയിച്ചു വന്നവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിലെ കളങ്കങ്ങൾ അവന്റെ ജീവിത ചര്യയിലൂടെ സംഭവിച്ചതായിരിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന നമ്മുടെ കർത്താവിനോട് കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് വിഷയം എന്താ? ഈ ദൈവസന്നദ്ധിയില് സാത്താൻ എപ്പോഴും പ്രവേശനമുണ്ട്. അവൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. സങ്കീർത്തന പുസ്തകം 115-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് ഭൂമി എന്ന് പറയുന്നത് മനുഷ്യർക്ക് കൊടുത്തിരിക്കുക. ഞാനിപ്പോ ആദ്യം വായിച്ചല്ലോ, പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിച്ചത്, നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകെ അതിനെ അടക്കി വാണുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു മനുഷ്യന്. സങ്കീർത്തനം 115-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്ന ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ അതാ ഞാൻ ആദ്യം പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പറയും സ്വർഗം ഉണ്ടാക്കിയത് ദൈവത്തിന് വസിക്കാൻ, കൂടാരം അടിച്ച് വസിക്കാൻ, അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ് പണിത് അതിൽ താമസിക്കാനാണെന്ന്. പക്ഷെ ഇവിടെ വായിച്ചതായിരിക്കുന്ന ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താ? ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മനുഷ്യന്റെ അധീനതയിലേക്ക്, മനുഷ്യന്റെ അവകാശത്തിലേക്ക് ഭൂമിയെ ദൈവം കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോ ഈ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചത്. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് സാത്താന്റെ കൽപ്പന അനുസരിച്ചതായിരിക്കുന്ന മനുഷ്യൻ ആ കൽപ്പനയിലൂടെ സാത്താന് വിധേയപ്പെടുകയും സാത്താന് കീഴ്പ്പെടുകയും ദൈവം മനുഷ്യന് കൊടുത്തായിരിക്കുന്ന ഭൂമിമേലുള്ളായിരിക്കുന്ന അവകാശവും സ്വർഗത്തിന്മേലുള്ളായിരിക്കുന്ന അവകാശവും എല്ലാം തന്നെ സാത്താന് തീരെഴുതി കൊടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ ഈ ലോകത്തിലെ മഹത്വവും പട്ടണങ്ങളും എല്ലാം ക്ഷണനേരം കൊണ്ട് സാത്താൻ കർത്താവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് എന്താ സാത്താൻ പറഞ്ഞതറിയാമോ? ഇതെല്ലാം എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് തരാം. കർത്താവ് അന്നേരം എതിർത്തോ? ഇത് നിന്റേതല്ല, ഇത് എന്റെ പിതാവായ ദൈവത്തിന്റെയാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. എന്താ കാരണം? കർത്താവ് സമ്മതിച്ചു കൊടുത്തു. കർത്താവ് സമ്മതിക്കുകയല്ല ചെയ്തേ, എതിർത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കർത്താവ് സമ്മതിക്കുക ചെയ്തേ. ആ പറഞ്ഞത് ശരിയാ, വീണ് നമസ്കരിച്ചാൽ നിനക്ക് തരാം. ക്ഷണനേരം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറയാ, ഇതെങ്ങനെ ഇവന്റെ അധീനതയിലായി തീർന്ന? മനുഷ്യന് കൊടുത്ത ഈ ഭൂമി ഇവൻ മനുഷ്യനെ ചതിച്ച് അവന്റെ അധീനതയിൽ നിന്ന് കൈവശപ്പെടുത്തി എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇവൻ കൈവശപ്പെടുത്തി, ഇവൻ്റെതായി തീർന്നു. ഇന്ന് അവൻ ഭൂമിയെ ഭരിക്കുന്നതായിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു എന്നൊക്കെയുള്ളായിരിക്കുന്ന വാക്കുകളാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു. കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ അറിയാമല്ലോ. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവും ഇല്ല. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു എന്നും ഈ ലോകത്തിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സാത്താനെയാണ്.
അവനും അവനോട് കൂടെ വീണു പോയതായിരിക്കുന്ന ദൂതഗണങ്ങളും എന്ത് സംഭവിച്ചറിയാവോ? ഇതിന്റെ മുഴുവൻ ആധിപത്യം കൈയടക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഇത് തിരിച്ചു പിടിക്കാൻ തക്കവണ്ണം പ്ലാൻ തയ്യാറാക്കേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് ഇത് തിരിച്ചു പിടിച്ചേ മതിയാകൂ. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് കൊടുത്തിരുന്ന, മനുഷ്യന് പൂർണ്ണാധികാരത്തോടും അവകാശത്തോടും വാഴുവാൻ വേണ്ടി കൊടുത്തിരുന്നായിരിക്കുന്ന ഭൂമിയുടെ അവകാശം തിരികെ പിടിച്ച് അത് മനുഷ്യന് തിരികെ ഏൽപ്പിക്കണം. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ സ്വർഗത്തിൽ നിന്നും അവനെ ആട്ടിപ്പായിച്ച് ആട്ടി ഓടിച്ച് ആ സ്വർഗീയ മണ്ഡലങ്ങളിലെ അധികാരവും മനുഷ്യന് തിരികെ ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞത്, നിന്റെ സന്തതി കടൽപ്പുറത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഞാൻ പെരുപ്പിക്കും എന്ന് പറഞ്ഞത്, വാഗ്ദത്തം ചെയ്തത്. അപ്പൊ ഈ സാത്താന് തിരുവെഴുത്ത് നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടല്ല തിരുവെഴുത്ത് വെച്ചല്ലേ കർത്താവിനെ പരീക്ഷിച്ചേ. ഓരോ പോയിന്റ് സാത്താൻ എല്ലാം എഴുതിയിരിക്കുന്ന എല്ലാ വചനവും സാത്താൻ അറിയാം. അവൻ അറിയാത്തായിരിക്കുന്ന ഒന്നുമില്ല. അവൻ സർവജ്ഞാനിയൊന്നുമല്ല. സർവജ്ഞാനി നമ്മുടെ കർത്താവാണ്. എന്നാൽ അവനെല്ലാം അറിയാം. തിരുവെഴുത്തിൽ എഴുതിപ്പോയാൽ പറഞ്ഞു പോയാൽ എല്ലാം തന്നെ അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഒരു കാര്യം മനസ്സിലായി. ഈ ആദാം ഹവ്വമാര് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടേക്ക് കടന്നു വന്നായിരിക്കുന്ന ദൈവം അവര് പാപം ചെയ്തു എന്ന് കണ്ടപ്പോൾ 3 പേരെയും തനിയെ ശപിക്കുന്നുണ്ട് അല്ലേ? ആദ്യം സർപ്പത്തെ ശപിച്ചു. ഈ സർപ്പമാണ് സാത്താൻ. ആദ്യം സർപ്പത്തെ ശപിച്ചു, രണ്ടാമത് സ്ത്രീയെ ശപിച്ചു, മൂന്നാമത് പുരുഷനെ ശപിച്ചു അല്ലെ? ഈ സർപ്പത്തെ ശപിച്ചപ്പോൾ ഒരു വാക്ക് അവൻ പറഞ്ഞു. ഒരു വാക്കല്ല, 2 വാക്ക് പറഞ്ഞു. എന്താണെന്നറിയാമോ? ഒന്ന്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ ഇവൻ ഒരു കാര്യം മനസ്സിലായി. സ്ത്രീയുടെ സന്തതിയായി വരുന്ന ഏതോ ഒരുത്തൻ എന്നെ തകർക്കാനായിട്ട് വരും. ആ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് വ്യത്യാസം വരികയില്ല എന്ന് ഇവന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഈ സ്ത്രീയുടെ സന്തതിയായിട്ട് വരുന്നവൻ ആരാ? ഇവൻ എത്ര ചിന്തിച്ചിട്ട് ഇവനെങ്ങനെ ആലോചിച്ചിട്ടൊന്നും ഇവന് മനസ്സിലാകുന്നില്ല. അപ്പൊ വിചാരിച്ചു, ആദ്യം ആദാം ഹവ്വമാർക്കുണ്ടായിരിക്കുന്ന എന്താണ് നമ്മുടെ ഹാബേൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹാബേൽ ഒരു യാഗമൊക്കെ നടത്തിയപ്പം ദൈവത്തിന്റെ പ്രസാദം ഹാബേലിന് കിട്ടി. ഹാബേലിന് ദൈവത്തിന്റെ പ്രസാദം കിട്ടിക്കഴിഞ്ഞപ്പോ ഇവൻ വിചാരിച്ചു, ഇവൻ തന്നെയായിരിക്കും സ്ത്രീയുടെ സന്തതി, എന്റെ തല തകർക്കാൻ വന്നവൻ ഇവൻ തന്നെ. കാരണം ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ലേ. അപ്പൊ ഇവനെ അങ്ങ് തട്ടിയേക്കാം. ഇവനെ തട്ടിക്കഴിഞ്ഞാൽ എന്റെ അധികാരം, എന്റെ പൊസിഷൻ ക്ലിയറായി, പിന്നെ ആരും എന്നെ തകർക്കാനില്ല. അങ്ങനെ ആദ്യം ഹാബേലിനെ കൊന്നു. അപ്പൊ അതല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്ന് പിന്നീട് അവന് മനസ്സിലായി. കാരണം അതുകൊണ്ടൊന്നും കാര്യങ്ങള് സമാപ്തിയിലേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. നമുക്കറിയാം, മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ മോശയെ കൊല്ലാനായിട്ട് അവൻ ഒരുപാട് നോക്കി. കാരണം മോശ ദൈവത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായി ജനിച്ചവനാണെന്നുള്ള കാര്യം ഇവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഫർവോനിൽ പ്രവേശിച്ചിട്ട് ഇവന് ഉത്തരവ് പുറപ്പെടുവിച്ച് 2 വയസ്സും താഴേക്കുള്ള ചെറിയ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയാൻ പറഞ്ഞ്. ഒരുപാട് മക്കളൊന്ന് മരിച്ചു വീഴേണ്ട വന്നു ആ മോശയുടെ കാലത്ത്, ഒരുപാട് മക്കള്. അതുപോലെ തന്നെ അറിയാമല്ലോ, ദാവീദ് ജനിച്ചു കഴിഞ്ഞപ്പോ, ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോ, എന്നാ ഇവനായിരിക്കും എന്റെ തല തകർക്കാൻ വന്ന സ്ത്രീയുടെ സന്തതി. ഇവൻ വിചാരിക്കുന്ന ദാവീദിനെ കൊല്ലാൻ പല പ്രാവശ്യം നോക്കിയില്ലേ? നമുക്കറിയില്ലേ ദാവീദിനെ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കി. അതുപോലെ തന്നെ കാടും മേടും പിന്നെ ഓടി നടന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ ദാവീദിന്റെ പുറകെ എന്തോരം പ്രാവശ്യം ശൗൽ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞു നടന്ന. കാരണം എന്താ? ഈ ശൗലിലൊക്കെ ബാധിക്കുന്നത് ആരാ? ഈ സാത്താനാ. ഈ സാത്താൻ ബാധിച്ചിട്ട് എന്റെ തല തകർക്കാൻ ജനിച്ചവൻ ഇവനാണോ എന്നുള്ള സംശയം കൊണ്ടാ ഈ കൊല്ലുന്നേ. ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം ജനിച്ചായിരിക്കുന്ന മക്കളെ, അല്ലെങ്കിൽ ആ പ്രത്യേക അനുഗ്രഹം ലഭിച്ചവരായിരിക്കുന്നവരെ കൊല്ലുക എന്നുള്ളത് ഇവന്റെ പദ്ധതിയാണ്. കൊന്നാലേ ഇവന് സുരക്ഷിതത്വമുള്ളൂ എന്ന് ഇവനറിയാം. എന്നാൽ അങ്ങനെ ദാവീദും മരിച്ചില്ല. അപ്പോൾ പിന്നീട് ഇവന് മനസ്സിലായി അതുമല്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് പുരുഷ ബന്ധം കൂടാതെ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അപ്പോൾ കാര്യം മനസ്സിലായി, ഇവൻ തന്നെയാണ് അന്ന് ഏദൻ തോട്ടത്തിൽ പറഞ്ഞ ശബ്ദത്തിന്റെ യഥാർത്ഥ വ്യക്തി. സ്ത്രീയുടെ സന്തതി ഇവനാണെന്ന് മനസ്സിലായി. അത് തന്നെയായിരുന്നു. നമുക്കറിയാം, സ്ത്രീയുടെ സന്തതി. ആ കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ എന്തോരം പണിപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രമാത്രം കഷ്ടപ്പെട്ടത്, എത്ര മക്കളാണ് അതിന്റെ പേരിൽ കൊന്നുകളഞ്ഞത്, എന്തോരം അമ്മമാരാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നതിന്റെ പേരിൽ കണ്ണീരൊഴുക്കി അലമുറയിട്ട് കരയേണ്ടി വന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? 2 കാര്യത്തിന് വേണ്ടി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ സത്യദൈവത്തെ അറിയുന്നതായിരിക്കുന്ന ഒരു ജനസമൂഹത്തിൽ നിന്ന് വേണം
വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന മശിക വരാനായിട്ട്. ലോകത്തിലെ ജനങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിന്നറിയാവോ? അന്യ ദൈവാരാധനയിലേക്ക് പോയി. ഇഷ്ടംപോലെ ദൈവങ്ങളെ ഉണ്ടാക്കുക, ദേവന്മാരെ ഉണ്ടാക്കുക, അതിന്റെ പിന്നാലെ പോവുക, അവരെ ആരാധിക്കുന്ന അങ്ങനെ ഒരു ജനസമൂഹമായി തീർന്നപ്പോൾ ദൈവം അവരുടെ നടുവിൽ നിന്ന്, അന്യ ദൈവാരാധനയുടെ നടുവിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുകയും ഒരു പുതിയ ജനത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. അതാണ് ഇസ്രായേൽ ജനത. എന്നിട്ട് ദൈവം തന്നെക്കുറിച്ചുള്ളായിരിക്കുന്ന വെളിപ്പാടുകളും തന്നെക്കുറിച്ചുള്ളായിരിക്കുന്ന സകല കാര്യങ്ങളും ആ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് തന്റെ ന്യായപ്രമാണവും അവർക്ക് കൊടുത്ത് അവരിലൂടെ ഒരു ജനത്തെ വാർത്തുണ്ടാക്കുക എന്നുള്ളായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഇസ്രായേൽ എന്ന ഒരു ജനത്തെ ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി വേർതിരിക്കാനായിട്ട് കാരണമുണ്ടായത്. തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിലുള്ള സകല ജാതികളിൽ വെച്ച് ഞാൻ നിങ്ങളെ എനിക്ക് വിശേഷതയുള്ള ഒരു ജനതയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് വിശേഷപ്പെട്ട ഒരു ജനതയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ലോകത്തിലുള്ള സകല ജാതികളിലും വെച്ച് പെരുപ്പം കൊണ്ട് വലിയൊരു ജനസമൂഹമായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്, പിന്നെയോ എനിക്ക് നിങ്ങളോട് പ്രസാദം തോന്നിയിട്ട് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്താന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജനത്തെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം വാഗ്ദത്ത സന്തതി അവരിലൂടെ ജനിക്കണമായിരുന്നു. ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഈ ഭൂമിയെ സാത്താന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് ഈ ജനത്തിന്, ഈ ജനസമൂഹത്തിന് ഭരണം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ജനസമൂഹത്തെ ലോകത്തിന്റെ നടുവിൽ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചത് എന്നുള്ളത് നമുക്ക് തിരുവെഴുത്ത് ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നോ, അബ്രഹാമിനോടാകട്ടെ ഇസ്രായേൽ ജനതയോടാകട്ടെ വാഗ്ദത്തം ചെയ്തത് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നോ അല്ലെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് അവകാശമായി തരാമെന്നോ അല്ല പറഞ്ഞത്. തിരുവെഴുത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റുകയില്ല. അബ്രഹാമിനോട് പറഞ്ഞത്, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കുക. നീ കാണുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായിട്ട് തരും. അത് പറഞ്ഞാണ്, നീ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും ഞാൻ ശാശ്വതാവകാശമായിട്ട്, കുറച്ചു കാലത്തേക്കുള്ളതല്ല, എന്നേക്കുമുള്ള അവകാശമായിട്ട് തരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ നഷ്ടപ്പെട്ട ഭൂമിയെ വീണ്ടെടുത്ത് അത് ഈ ദൈവം തെരഞ്ഞെടുത്തായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് സാത്താന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന പദ്ധതിയാണ് ഇസ്രായേൽ എന്ന ജനത്തിന് തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ രണ്ടാമത്തെ ഉദ്ദേശം. രണ്ടുദ്ദേശം മനസ്സിലായോ? ഒന്നുകൂടി പറയട്ടെ ഞാൻ. ഒന്നാമത്തെ ഉദ്ദേശം, വാഗ്ദത്ത സന്തതി അവരിൽ നിന്ന് വരണം. സത്യദൈവത്തെ അറിയുന്ന ജനത്തിൽ നിന്ന് വാഗ്ദത്ത സന്തതി വരണം. രണ്ടാമത്തെ ഉദ്ദേശം, നഷ്ടപ്പെട്ട ഭൂമിയെ വീണ്ടെടുത്ത് ഈ ജനത്തിന് കൊടുക്കണം. ഈ രണ്ട് ഉദ്ദേശത്തിനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത്തെ ലോകത്തിന്റെ നടുവിൽ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. അവരോട് പറഞ്ഞായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ അവർക്ക് നിത്യാവകാശമായി ഭൂമിയെ കൊടുക്കുമെന്ന് മാത്രമല്ല, ഞാൻ അവർക്ക് എന്നേക്കും ഒരു രാജാവിനെയും കൊടുക്കുമെന്ന് പറഞ്ഞു. ദാവീദിനോട് പറഞ്ഞത്, എന്നേക്കും നിന്റെ സിംഹാസനം ഭൂമിയിൽ സ്ഥിരമായിരിക്കും, നിന്റെ സന്തതി എന്നേക്കും എന്റെ മുമ്പാകെ നിത്യ രാജാവായിരിക്കും. ശലോമോനെ കുറിച്ചാ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. ദാവീദിനോട് പറഞ്ഞപ്പോ നിന്റെ സന്തതിക്ക് ഞാൻ നിന്റെ സിംഹാസനം നിത്യാവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഇത് ശലോമോനെ കുറിച്ചാ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ശലോമോൻ നമുക്കറിയാം 80 വയസ്സായപ്പോഴങ്ങാണ്ട് ശലോമോൻ മരിച്ചുപോയി. 40 വർഷം ഇസ്രായേലിന് രാജാവായിരുന്നുള്ളൂ അല്ലെ? ശലോമോൻ അത്രേ രാജാവായിരുന്നുള്ളൂ, അവൻ മരിച്ചുപോയി. അവനെ കുറിച്ചല്ല പറഞ്ഞത്. അത് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ആരുടെ സന്തതിയായിട്ട്, ആരുടെ മകനായിട്ടെന്നറിയാമോ? ദാവീദിന്റെ സന്തതിയായിട്ട് അല്ലെ? ദാവീദിന്റെ സന്തതിയായിട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പലപ്പോഴും യഹൂദന്മാര് വിളിച്ചത് എന്തെന്ന് അറിയാമോ? ദാവീദ് പുത്രാന്ന. എന്താ ഈ ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ കാരണം? ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം അവർക്കറിയാം. ദാവീദിന്റെ സന്തതിയായി ഇസ്രായേലിന് നിത്യനായിരിക്കുന്ന ഒരു രാജാവിനെ ദൈവം കൊടുക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് അവര് ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നമ്മുടെ കർത്താവിനെ വിളിച്ചത്. അതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തു വന്നു എന്ന് വംശാവലിയിലും രേഖപ്പെടുത്തിയത്. ഭൂമി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോവുകയും മനുഷ്യൻ അത് ആർക്കേൽപ്പിച്ചു? സാത്താനെ ഏൽപ്പിക്കുകയും ചെയ്തു.
അത് വീണ്ടെടുത്ത് മനുഷ്യന് കൊടുക്കുക എന്നുള്ള ഒന്നാമത്തെ പദ്ധതിയാണ് പഴയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിനോട് ദൈവം സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇസ്രായേലെ കേൾക്ക എന്ന് പറയുന്നതായിരിക്കുന്ന എത്രമാത്രം വാക്യങ്ങളെ എല്ലാ പുസ്തകങ്ങളിലും കാണുന്ന അറിയാവോ? പഴയ നിയമം എല്ലാം ഇസ്രായേലിനോട് സംസാരിച്ചാണ്. ആ ഒരു ജനത്തിന് വേണ്ടിയിട്ടാണ് പഴയ നിയമം തന്നെ എഴുതിയിരിക്കുന്നത്. ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അവർക്ക് ഭൂമിയെ ശാശ്വത അവകാശമായി കൊടുക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ, ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ സുവിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. രാജ്യത്തിന്റെ സുവിശേഷം അല്ലേ? എന്തെന്താ പറഞ്ഞേ? യോഹന്നാൻ സ്നാപകൻ ആദ്യം വിളിച്ചു പറഞ്ഞ എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അല്ലെങ്കിൽ സ്വർഗരാജ്യം, രണ്ടും ഒന്ന് തന്നെയാട്ടോ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. എന്താ ഈ ദൈവരാജ്യം? എന്താ ഈ സ്വർഗരാജ്യം? നമ്മൾ ചിന്തിക്കണം. നമ്മൾ പഠിച്ചതല്ല, മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അല്ല അത്. നമ്മൾ പറയുന്ന സുവിശേഷവും അല്ല അത്. നമ്മളാരും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ നല്ലോ പറയുന്ന പാവികളോട് പറയുന്ന അതാണോ? നമ്മൾ എന്തെന്നാ പാവികളോട് പറയുന്നത്? കാൽവരിയിലെ കുരിശിൽ കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാവത്തിന് മരിച്ചിട്ടുണ്ട്, വിശ്വസിച്ചാൽ രക്ഷപ്പെടാന്നല്ലേ പറയുന്നത്? ആ സുവിശേഷമാണോ ഇത്? അല്ല. ബൈബിളിലെ 2 സുവിശേഷമുണ്ട്. അതിലെ ഒന്നാമത്തെ സുവിശേഷമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അത് ആരോടാ പറഞ്ഞേ? യഹൂദന്മാരോടല്ലേ പറഞ്ഞേ? ഞാൻ ചോദിക്കട്ടെ, ജാതികളായിരിക്കുന്ന നമ്മളോട് വന്നിട്ട് ആരെങ്കിലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? എന്ത് ദൈവരാജ്യം? എവിടുത്തെ ദൈവരാജ്യം? താനെന്ത് പൊട്ടത്തരോടെ പറയണെന്ന് ചോദിക്കും. കാരണം നമ്മൾ അങ്ങനെ ഒരു കേൾവി കേട്ടിട്ടില്ല. നമുക്ക് ദൈവരാജ്യത്തെ കുറിച്ച് അറിയില്ല. ഈ ബൈബിള് കയ്യിൽ കിട്ടുന്നതിനുള്ള മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ബൈബിളും ഇല്ല, ഒന്നുമില്ല, തിരുവെഴുത്തും ഇല്ല, പഴയ നിയമവും ഇല്ല, ഒന്നുമില്ലാത്ത നമുക്കെന്ത് ദൈവരാജ്യം അറിയാം? എന്നാൽ ഇസ്രായേൽ ജനത്തിന് ഇത് അറിയാം. ഈ പറയുന്നതായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ വന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവരാരും ചോദ്യം ചെയ്തില്ല. എടോ യോഹന്നാനെ, ഇത് എന്ത് രാജ്യം, ഏത് രാജ്യമാണ് താൻ ഈ പറയുന്നതെന്നൊരു ചോദ്യം ചോദിച്ചില്ല. അവര് ഞങ്ങൾ എന്താ ചെയ്യേണ്ട യജമാനെന്ന് ചോദിച്ചേ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ എന്താ ദൈവരാജ്യം എന്നറിയാമോ? ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞായിരിക്കുന്ന വാഗ്ദത്ത രാജ്യം സമീപിച്ചിരിക്കുന്നു. അവർക്ക് നിത്യനായിരിക്കുന്ന ഒരു രാജാവിനെ കൊടുക്കും, നിത്യമായിരിക്കുന്ന ഒരു രാജ്യം കൊടുക്കും എന്ന് പറഞ്ഞായിരിക്കുന്ന രാജ്യം സമാഗതമായിരിക്കുന്നു. കാരണം എന്താ? വാഗ്ദത്തം ചെയ്ത രാജാവ് വന്നു കഴിഞ്ഞു. ഇനി രാജ്യം കൂടെ അവരുടെ കയ്യിലേക്ക് കിട്ടിയാൽ മതി. രാജ്യം സമീപിച്ചു. നിങ്ങളോട് പറഞ്ഞായിരിക്കുന്ന രാജ്യം സമീപിച്ചിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ സുവിശേഷം, ബൈബിളിലെ സുവിശേഷം. ആ സുവിശേഷമല്ല നമ്മൾ പറയുന്ന സുവിശേഷം. ആ വാഗ്ദത്തം ചെയ്ത് രാജ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, 12 അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്. ഇത് ജാതികളോട് പറയാനുള്ള സുവിശേഷം അല്ല. ശമരിയരുടെ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ പോകുവിൻ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് പോയിട്ട് എന്ത് പറയണം? കാൽവരിയിലെ കുരിശിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോകുന്നു, വിശ്വസിച്ച് രക്ഷപ്പെടാമെന്നുള്ള സുവിശേഷം പറയാനാണോ പറഞ്ഞല്ലോ? എന്താ പറഞ്ഞേ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഇത് പറയാനാ കർത്താവ് ഏൽപ്പിച്ചേ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ പദ്ധതി. ദൈവം നിങ്ങൾക്കറിയാമല്ലോ, യഹൂദന്മാർക്ക് സ്വർഗം കൊടുക്കാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലേക്ക് കൊണ്ടാമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമി വീണ്ടെടുത്ത് അവർക്ക് കൊടുക്കുമെന്നാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തെന്നാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ? സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണമേ എന്നല്ല. നിന്റെ രാജ്യം ഈ ഭൂമിയിലേക്ക് വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ ഈ ഭൂമിയിൽ നടക്കണം. അത് യഹൂദന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാ. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് കർത്താവിന്റെ ശിഷ്യന്മാര് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥന ഇവണ്ണമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പഠിപ്പിച്ചത്. കാരണം എന്താ? ഭൂമി അവരുടെ വാഗ്ദത്തം. ആ ഭൂമിയിൽ ദൈവേഷ്ടം വരണം, ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാകണം. അത് വീണ്ടെടുത്ത് അവർക്ക് ഇസ്രായേലിന് കൊടുക്കണം. ഇതാ അവരുടെ പ്രതീക്ഷ. നിങ്ങൾക്കറിയാലോ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 5-ാം വാക്യം എന്താണെന്നറിയാമോ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ. അതല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മള് ഭൂമിക്കുള്ളവരാണോ? നമ്മൾ ഭൂമിക്കുള്ളവരല്ല കേട്ടോ. 37-ാം സങ്കീർത്തനം വായിച്ചു നോക്കൂ. 6 പ്രാവശ്യം ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ഭൂമിയെ അവകാശമാക്കുമെന്ന് ഒറ്റ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 37-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം,
ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. 11-ാം വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. 22-ാം വാക്യം. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും. അതിന്റെ 29-ാം വാക്യം. നീതിമാന്മാർ ഭൂമി അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. അതിന്റെ 34-ാം വാക്യം. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കാം, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ഈ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത് ഈ ഒറ്റ അധ്യായത്തിൽ, ഈ ഒറ്റ സങ്കീർത്തനത്തിൽ മാത്രം നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കുമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞ? 6 പ്രാവശ്യമേ. ഈ സങ്കീർത്തനമൊക്കെ ആർക്ക് വേണ്ടി എഴുതിയതാ? ആരെഴുതിയതാ? ആർക്ക് വേണ്ടി എഴുതിയതാ? യഹൂദന്മാരെഴുതിയത്, യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ള സങ്കീർത്തനമാണ്. ഇതൊക്കെ എടുത്ത് നമ്മൾ ക്ലെയിം ചെയ്യുന്നു, നമ്മൾ അവകാശപ്പെടുന്നു എന്നുള്ള വേറൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പൊ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് ഭൂമിയാണ്, ഭൂമി അവരുടെ അവകാശമായിരിക്കും എന്നുള്ളതാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയെ വീണ്ടെടുത്ത് അവരുടെ കൈകളിൽ ഭരമേൽപ്പിക്കുമെന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ശ്രമിച്ച് ഒലിമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരെന്താ ചോദിച്ചത്? കർത്താവേ, നീ ഇസ്രായേലിന് രാജ്യം അവകാശമാക്കി കൊടുക്കുന്നത് ഈ കാലത്തിലാണോ? ഇവരെന്തായാലും ശരിക്കും എന്താ ചോദിക്കേണ്ട? സ്വർഗത്തിലേക്കുള്ളവരാണെങ്കിൽ, കർത്താവെ നീ പോകുന്നിടത്തേക്ക് ഞങ്ങളെ എപ്പോഴാ കൊണ്ടാണെന്നല്ലേ ചോദിക്കുക? ആണോ? നിങ്ങൾ പറ, ഞങ്ങളെ എപ്പോഴാ നീ പോകുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാന്നല്ലേ ചോദിക്കണ്ടേ? അത് അവർക്ക് അറിയില്ല. സ്വർഗവും സ്വർഗവാസവും അവർക്ക് അറിയില്ല, യഹൂദന്മാർക്ക് അറിയില്ല. നീ എപ്പോഴാ ഇസ്രായേലിന് രാജ്യത്തെ ആസ്ഥാനത്താക്കി കൊടുക്കുന്നത്? സെബദീപുത്രന്മാരുടെ അമ്മ വന്നിട്ട് പറഞ്ഞത് എന്താ? കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ ഒരുത്തനെ, നിന്റെ ഇടത്ത് ഒരുത്തനെ രാജ്യത്വം പ്രാപിച്ച് എങ്ങോട്ട് വരുമ്പോ? ഈ ഭൂമിയിലേക്ക് വരുമ്പോ. കാര്യം മനസ്സിലായില്ലേ? ഇസ്രായേലിന് അതേ അറിയുള്ളൂ. കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതായിരിക്കുന്ന കള്ളൻ എന്താ പറഞ്ഞത്? കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ, ഈ ഭൂമിയിലേക്ക് വരുമ്പോ, ഞാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ വഴി അറിയുന്നത് പറഞ്ഞപ്പോ എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാണ് അവര് പറയുന്നത്. അവർക്ക് അറിയില്ല. അത് സ്വർഗവും സ്വർഗ പ്രത്യാശ അവർക്കില്ല, യഹൂദന്മാർക്കില്ല. യഹൂദനെ ഭൂമിയിൽ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ഭൂമി വീണ്ടെടുത്ത് യഹൂദന്റെ കയ്യിൽ ഭരമേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ഒന്നാമത്തെ പദ്ധതി, വീണ്ടെടുപ്പ് പദ്ധതി എന്ന് പറയുന്ന അതാണ്. ഭൂമിയെ സാത്താന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവജനമായ ഇസ്രായേലിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ ചില വാക്യങ്ങൾ, അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇസ്രായേലെല്ലാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എന്താ? ഭൂമിയിൽ അവരുടെ രാജ്യം വരണം, ഭൂമിയിൽ അവരുടെ രാജാവ് ഭരണം നടത്തണം. അന്ന് അവർക്ക് അവരുടെ ഭൂമി സ്വസ്ഥമായിട്ട് കിട്ടും. ആ പുതിയ ഭൂമിയിലേക്ക് അവർ പ്രവേശനം സാധ്യമാക്കും. ഇത് തന്നെ അവരെല്ലാവരും കാത്തിരുന്നത്. അവര് കാത്തിരുന്നത് അത് തന്നെയാണ്. അബ്രഹാം കാത്തിരുന്നു, അത് തന്നെയാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതായ ഭവനത്തിന് വേണ്ടി കാത്തിരുന്നു ഒക്കെ പറയുന്നത്. ആ ഭവനം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ തന്നെ അവർ കാത്തിരുന്നത്. തിരുവെഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് വന്നത് ആർക്ക് വേണ്ട? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനോടെ എന്നല്ലേ ചോദിച്ചേ? അല്ലേ? യഹൂദന്മാരുടെ രാജാവ്. കാരണം ദാവീദിന് കൊടുത്ത വാഗ്ദത്തത്തിന്റെ രാജാവ് അവൻ, അല്ലേ? യഹൂദന്മാരുടെ രാജാവായി കിഴക്കുന്നു വന്ന വിദ്വാൻമാരെ വെച്ച് യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവനോടെ. പിന്നെയും കർത്താവിനെ കുറിച്ച് ചോദിക്കുന്നത്, കർത്താവിന് വിസ്തരിച്ചപ്പോ പിലാത്തോസ് ചോദിച്ചാൽ എന്താ? നീ യഹൂദന്മാരുടെ രാജാവോ? കർത്താവ് പറഞ്ഞത് അല്ല, ഞാൻ ലോകത്തിന്റെ രാജാവാണെന്ന് തിരുത്തി പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഞാൻ ആകുന്നു അല്ലേ? അതുപോലെ തന്നെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ അവന്റെ കുറ്റാരോപണം എഴുതി തലയ്ക്ക് മേലെ തൂക്കിയത് എന്തെന്നാ? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. കർത്താവ് വന്നത് യഹൂദന്മാരുടെ രാജാവാ. കാരണം ഈ യഹൂദന്മാരും കാത്തിരിക്കുന്ന മശികയാണ് കർത്താവ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 10 വാക്യം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങി പോവുകയില്ല. അവകാശമുള്ളവനായി ഈ മശിക അവകാശമുള്ളവനായി ഭൂമിയിലേക്ക് വന്നപ്പോ ഈ മശിക പറയാൻ തുടങ്ങി, ഇതാ ദൈവരാജ്യം സമീപിച്ചു, നമ്മളത് കൈപ്പിടിയിൽ ഒതുക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അവകാശമുള്ളവനായിട്ട് വന്നതാ. യെശയ്യാപ്രവചനം 32:1 വായിക്കുന്നേ? ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ നീതിയോടെ ന്യായപാലനം നടത്തും. അങ്ങനെ തന്നെ അവിടെ വായിക്കണമെന്നില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ നീതിയോടെ. ഇതൊന്നും നമ്മളെ കുറിച്ച് പറഞ്ഞതല്ല. ഇതൊക്കെ യഹൂദന് ഭൂമി വീണ്ടെടുത്ത് അവരുടെ മശികയായി അവരുടെ രാജാവായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അവർക്ക് ഭൂമി വീണ്ടെടുത്ത് അവർക്ക് സ്വസ്ഥത നൽകുന്നതായിരിക്കുന്ന കാലത്തെ കുറിച്ചാണ്. ഇതിനു വേണ്ടിയാ ബൈബിളിലെ പഴയ നിയമം മുഴുവൻ എഴുതിയത്.
ഞാൻ നിങ്ങളോട് ആണയിട്ട് ഉറപ്പിച്ച് പറയുന്നു, ബൈബിളിലെ പഴയ നിയമത്തിന്റെ മുഴുവൻ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യഹൂദന് ഭൂമിയെ വീണ്ടെടുത്ത് അവരുടെ മനുഷ്യ അവർക്ക് വീണ്ടെടുത്ത് കൊടുക്കുന്നതായിരിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടാ കർത്താവ് വന്നത്, യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാ. അത് നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവിനോട് ഒരു കനാന്യ സ്ത്രീ വന്ന് തന്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ വന്നവനല്ല എന്ന് പറഞ്ഞു. എന്നെ ഇസ്രായേലിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതിലേക്ക് എന്നെ അയച്ചെന്ന് പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ വന്നേന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വാക്യങ്ങളല്ലേ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞ എന്താ അർത്ഥം? മക്കളാരാ? ഇസ്രായേൽ ജനത. അവർക്കുള്ള അപ്പം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ ഇത് നായ്ക്കുട്ടികൾ, നമ്മളെപ്പോലുള്ള പുറംജാതിക്കാര്, നമുക്കുള്ള അപ്പം കൊണ്ടല്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. കാരണം ദൈവത്തിന്റെ പദ്ധതി, ഒന്നാമത്തെ പദ്ധതി നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഭൂമിയെ വീണ്ടെടുത്ത് ദൈവജനമായി ഇസ്രായേലിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം. കർത്താവായി യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിന്റെ ഒന്നാമത്തെ വേണ്ടിയിട്ട് പദ്ധതി ഞാൻ പറയുന്നത്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. ഈ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ എന്ന് ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ? കർത്താവ് പലപ്പോഴും പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും കൊല്ലപ്പെടുകയും വേണം, മനുഷ്യപുത്രനെ അവർ ഏൽപ്പിക്കും, മനുഷ്യപുത്രനെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ? ഇതെങ്ങനെ ഈ മനുഷ്യപുത്രൻ എന്നുള്ള പേര് കർത്താവ് എടുത്തത്? ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യത്തിലെ വാക്യമാണ് ഈ മനുഷ്യപുത്രൻ. എന്നിട്ട് അവിടെ വായിക്കുകയാണ്, രാത്രി ദർശനങ്ങളിൽ, ദാനിയേൽ കാണുകയാണ് ഒരു ദർശനം. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്ത് വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ആരുടെയാ ഈ വ്യക്തി? ആരാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലേ? ഇനി ഞാനത് വിവരിക്കണ്ടല്ലോ. നിത്യരാജാവ്, എന്നേക്കുമുള്ള രാജാവ്, അബ്രഹാമിനോടും ദാവീദിനോടും വാഗ്ദത്തം ചെയ്ത എന്നേക്കുമുള്ള രാജാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവനാണ് മനുഷ്യപുത്രൻ. അതിനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ, അവന്റെ ആധിപത്യം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല എന്ന് പറഞ്ഞു. ഇനി കർത്താവിന് മാത്രമാണോ രാജാധിപത്യമുള്ളത്? അടുത്ത വാക്യം, 18-ാം വാക്യം, അതിന്റെ തന്നെ ദാനിയേൽ 7:18. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച്, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ആരാ? ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരാരാ? ദാനിയേൽ പുസ്തകം എഴുതുന്ന ആർക്കാ? നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ച പെട്ടെന്ന്. നിന്റെ ജനം എന്ന് പറഞ്ഞ ആരാ? ദാനിയേലിന്റെ ജനം ആരാ? ഇസ്രായേല്. അത്യുന്നതന്റെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ ആരാ? ഇസ്രായേല്. ദൈവം ആ ജനത്തെ ഈ ഭൂമിയിൽ തെരഞ്ഞെടുത്തത് അവർക്ക് എല്ലാവർക്കും രാജ്യത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാ. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന അവർക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന വാഴ്ച കാലമാണ്. ഭൂമിയെ വാഴുവാൻ തെരഞ്ഞെടുത്ത ജനം അവരാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പറയാണ് അത്യുന്നതന്റെ വിശുദ്ധന്മാർ. നോക്കിയ, എന്നാൽ അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അടുത്ത വാക്യം, 21-ാം വാക്യം നോക്കിയ, വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുകയും ചെയ്യുന്ന കാലം വരുവോളം. നോക്കിയേ, നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനോട് നീ എപ്പോഴാ രാജ്യത്വം ഏൽക്കുന്നത് ചോദിച്ചാൽ അതാ. അവരും രാജാക്കന്മാരെ പോലെ കർത്താവിനോട് കൂടെ വാഴാനായിട്ട് പോവുക. അവർക്ക് രാജ്യത്വം കൊടുക്കുമ്പോൾ ഈ ഭൂമിയെ മുഴുവൻ യഹൂദന്മാർ വാഴും. അതാ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച. അത് ഞങ്ങൾ പറയുമ്പോ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിലെ ഉപദേശകന്മാർ പറയുകയേ അല്ലല്ല, നമ്മള് ഉൽപ്രാവണത്തിൽ സ്വർഗത്തിലേക്ക് എടുത്തിട്ട് സ്വർഗത്തിൽ നിന്ന് നേരെ യൂട്ടേൺ അടിച്ച് ഭൂമിയിലേക്ക് വന്ന് നമ്മളെ ഭൂമിയെ വാഴുന്നതെന്ന് പറയും. ദൈവവചനത്തെ തരംതിരിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യാത്തതുകൊണ്ട് സാത്താൻ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, സാത്താൻ ഇന്നത്തെ ഉപദേശിമാരെ പോലും വലച്ചിരിക്കുക, ചതിച്ചിരിക്കുക.
ഇവിടെ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് രാജ്യത്വം കൊടുക്കും. നമ്മുടെ കർത്താവ് രാജാതി രാജാവായിരിക്കും, യഹൂദന്മാരെല്ലാവരും രാജാക്കന്മാരായിരിക്കും, അവര് ഭൂമിയെ വാഴുവെന്ന ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ തന്നെ 7-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ഇതാണ് അവർക്ക് ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞ് അവര് രാജാക്കന്മാരെ, അത് ഈ ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള ഭൂലോകത്തെ മുഴുവൻ യഹൂദന്മാർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴും. അതിനാ കർത്താവ് 1000 ആണ്ട് വാഴ്ച വെച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുന്നത് ഈ അത്യുന്നതന്റെ വിശുദ്ധന്മാർ വാഴുകയും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രാജാതി രാജാവായി വാഴുകയും ചെയ്യുന്നതായിരിക്കുന്ന കാലം എപ്പോഴാ? ഇപ്പൊ തുടങ്ങിയോ? തുടങ്ങിയില്ലല്ലോ. അങ്ങനെയും പഠിപ്പിക്കുന്നവരുണ്ട്. ഇപ്പൊ 1000 ആണ്ട് വാഴ്ച എന്ന് പറയും പഠിപ്പിക്കുന്നവര്. 1000 ആണ്ട് എന്ന് പറഞ്ഞായിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് ഇത് വായിച്ചേൽപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അവർ ജീവിച്ച 1000 ആണ്ട്, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഈ 1000 ആണ്ട് വാഴ്ച ഇന്ന് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വാഴ്ച തുടങ്ങിയില്ല. യഹൂദന് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈ രാജ്യം നിലവിൽ വന്നിട്ടില്ല. അതെന്താ നിലവിൽ വരാത്തത്? അപ്പൊ ഈ പരിപാടി എപ്പോഴാണ് നടക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പോയതുപോലെ ഒലിവ് മലയിലിരുന്ന് മേലേക്ക് സ്വർഗത്തിലേക്ക് പോയി അല്ലെ? നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യഹൂദ 12 ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ നോക്കിക്കുക. മേലേക്ക് പോകുന്ന യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ് പോകുന്ന യേശുവിനെ നോക്കിക്കുക. ആ പോകുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് ചോദിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായിരിക്കുന്ന ഈ യേശു പോയതുപോലെ തന്നെ തിരിച്ചു വരും. എവിടെ വരണം? ഒലിവ് മലയിൽ തന്നെ വരണം. സക്കറിയ പ്രവചനത്തിലുള്ള വാക്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ കർത്താവ് പോയതുപോലെ തന്നെ ഒലിവ് മലയിലേക്ക് വരും. അവൻ വീണ്ടും മഹത്വവാനായി തേജോമാനായി ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരികയും അവന്റെ കാൽ അതേ ഒലിവ് മലയിൽ ചവിട്ടുകയും ചെയ്യുമ്പോൾ ആ ഒലിവ് മല 2ആയി പിളർന്നു പോകും. നടുക്ക് വലിയൊരു താഴ്വര ഉളവായി വരും. അവൻ ചുറ്റുമുള്ള ഇസ്രായേലിന്റെ സകല സൈന്യങ്ങളോട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത സൈന്യങ്ങളെ മുഴുവൻ കീഴടക്കി ഇസ്രായേലിന് അവരുടെ രാജ്യം തിരികെ പിടിച്ച് ഏൽപ്പിക്കും. ആ പിടിച്ചേൽപ്പിക്കുന്ന സമയത്ത് സാത്താനെ 1000 ആണ്ടേക്ക് പിടിച്ച് ചങ്ങലക്കിടും. സാത്താനെയും അവനോടുകൂടെ വീണു പോയതായിരിക്കുന്ന ലക്ഷക്കണക്കിന് ദൂത സൈന്യങ്ങളെയും ദുർഭൂതങ്ങളെയും ഒക്കെ പിടിച്ചെന്ത് ചെയ്യുമെന്നറിയാവോ? 1000 ആണ്ടേക്ക് ചങ്ങലയിടും. ഞാനൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു, അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് തുറന്ന് വിടേണ്ടതാകുന്നു. അവിടെ വായിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ അങ്ങനെ ഭൂമിയെ വീണ്ടെടുത്ത് യഹൂദൻ എന്നുള്ളായിരിക്കുന്ന ജാതിക്ക് പരമേൽപ്പിക്കും സാത്താന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഇവിടെ വായിച്ച വാക്യത്തിൽ 1000 ആണ്ട് കഴിയുമ്പോൾ അവനെ അല്പകാലത്തേക്കും കൂടെ തുറന്നു വിടും എന്ന് പറഞ്ഞില്ലേ? 1000 ആണ്ട് കഴിയുമ്പോൾ അല്പകാലത്തേക്ക് തുറന്നു വിടും. സാത്താൻ എന്ത് ചെയ്യും? ഗോഗ് മഗോഗ് എന്നിവരെ കർത്താവിനെതിരെ യുദ്ധത്തിന് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവനെ എന്നേക്കും പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയിലേക്ക് തള്ളിയിടും. അങ്ങനെ ഭൂമി സാത്താന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് യഹൂദനെ എന്നേക്കുമായിട്ട് യഹൂദനെ ഭരിക്കാനായിട്ട് കൊടുക്കും. അങ്ങനെ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തിയായിരിക്കുന്ന ഭൂമി ഈ യഹൂദൻ എന്ന ജനത്തെ ഭൂമിയിൽ തരംതിരിച്ച് വിളിച്ചതും വേർതിരിച്ച് ദൈവം നിർത്തിയതിന്റെയും ഉദ്ദേശം ഈ ഭൂമിയെ വീണ്ടെടുത്ത് സാത്താന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അതിന് യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനായി തന്നെ നമ്മുടെ കർത്താവ് വരണം. വേറെ ജാതികളുടെ ഇടയിൽ കർത്താവ് വന്നാൽ നടക്കുകയില്ല. യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനായി തന്നെ അവൻ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അവൻ യഹൂദന്മാരെ വീണ്ടെടുക്കാൻ യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നു. ഇതാണ് കർത്താവിന്റെ വരവിന്റെ പ്രഥമ പദ്ധതി.
അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ കാലം കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നും നമ്മൾ അനുസരിക്കാൻ പറ്റുന്നതല്ല, പറ്റുകയുമില്ല. യഹൂദന്മാർക്കുള്ള ന്യായപ്രമാണമാണ്. പുതിയ നിയമം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്നാണ്. ജാതികളായ നമ്മളോട് ചെയ്യുന്ന കാലം അല്ലാതെ നമ്മളോട് ദൈവത്തിന് നിയമം ചെയ്തിട്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ദൈവത്തിൽ നിന്ന് ഒരു നിയമം സ്ഥാപിക്കപ്പെട്ടവരായി അനുസരിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരാൻ ജാതികളായ നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന യോഗ്യതയുമില്ല. അത് അവരോട് ചെയ്തതാ. കർത്താവ് പറഞ്ഞത് അവരോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം. 3.5 വർഷത്തെ കർത്താവിന്റെ ഉപദേശം അടങ്ങിയിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിലുണ്ടായിരിക്കുന്ന ഉപദേശങ്ങൾ അവരോട് കർത്താവ് സംസാരിച്ചതാ. അവിടെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ന്യായപ്രമാണം അനുസരിക്കാനാ പറഞ്ഞേ, ന്യായപ്രമാണം ചെയ്യാനാ പറഞ്ഞേ. ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നല്ല എന്ന് പറഞ്ഞു. ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയും പുള്ളി ഒഴിഞ്ഞു പോകില്ലെന്ന് പറഞ്ഞു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? പഴയ നിയമത്തിലെ പഴയ നിയമത്തിൽ മോശയ്ക്ക് കൊടുത്തായിരിക്കുന്ന നിയമസംഹിത, അതാണ് കർത്താവ് പഠിപ്പിച്ചത് 3.5 കൊല്ലം. അതാ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലുള്ളത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയെ കുറിച്ച് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് 1000 ആണ്ട് വാഴുന്നതോടുകൂടെ നടക്കും. 1000 ആണ്ട് കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ ചുട്ടഴിക്കും. ചുട്ടഴിച്ചിട്ട് പുതിയ ആകാശം, പുതിയ ഭൂമി സൃഷ്ടിക്കും. ആ പുതിയ ഭൂമി സൃഷ്ടിച്ചാലും അതിലേക്ക് പുതിയ യെരൂശലേം മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതാരുടെ പേരിലുള്ളതാ അറിയാമോ? സൗകര്യക്ക് അറിയാമല്ലോ, അറിയാമോ? അതിന്റെ 12 അടിസ്ഥാനങ്ങളിൽ ആരുടെ പേര് എഴുതിയിരിക്കുന്നത്? 12 ഗോത്രപിതാക്കന്മാരുടെ പേര്. നമ്മളാണോ? 12 ഗോത്രപിതാക്കന്മാരുടെ പേര്. അതിൽ 12 ഗോപുരങ്ങളുണ്ട്. 12 ഗോപുരങ്ങളിൽ ആരുടെ പേര് എഴുതിയ? 12 അപ്പോസ്തലന്മാരുടെ പേര്. ഈ 12 അപ്പോസ്തലന്മാരും ഒക്കെ ആർക്കുള്ളതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. അപ്പോ ആ പുതിയ ഭൂമി സ്ഥാപിച്ച് പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം ഇറങ്ങി വന്ന് അങ്ങനെ ഒരു ദൈവം നിശ്ചയിച്ച കാലത്തോളം എത്ര കാലം, എത്ര 10,000 എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന പരിപാടി നിലനിൽക്കും. യഹൂദൻ അതിൽ രാജാക്കന്മാരെ പോലെ വാഴും. ആദ്യം ഒരു 1000 ആണ്ട് വാഴ്ചയുണ്ട്. അത് ലോക ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് ഈ ലോകത്തെ ഇതുപോലെ തന്നെ യഹൂദൻ വാഴും. എന്നാൽ ഇതിന്റെ അവസ്ഥ മാറ്റിയിട്ട് പുതിയ ഭൂമി സൃഷ്ടിച്ചിട്ട് അതിലും യഹൂദൻ തന്നെ വാഴും. അങ്ങനെ ഭൂമിയെ വീണ്ടെടുക്കുന്ന പരിപാടി യഹൂദൻ എന്ന ജനത്തിലൂടെ ദൈവം പൂർത്തിയാക്കും എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ദൈവത്തിന് രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയല്ലേ അവൻ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? സ്വർഗത്തെയും വീണ്ടെടുക്കണം. സ്വർഗത്തെ വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കുന്ന പദ്ധതി. ഈ സാത്താൻ എന്തറിയാമെന്നറിയാമോ? അവനറിയാം ഭൂമി എന്റെ കയ്യിൽ പോകും, ഈ ഭൂമി യഹൂദന് കൊടുക്കും. കാരണം ഈ ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയ വാക്യങ്ങളും സങ്കീർത്തനത്തിലെ വാക്യങ്ങളും പ്രവചന പുസ്തകങ്ങളിലെ വാക്യങ്ങളും എല്ലാം തന്നെ ഇവനറിയാം. ഇവന് മനപ്പാടമാ, ഇവന് കാണാപ്പാടമാ. ഇവനറിയാം ഭൂമി എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് അവരുടെ മശിക വരുമ്പോൾ, എന്റെ തല ആർക്കാൻ വരുന്നവൻ വരുമ്പോൾ അത് വീണ്ടെടുത്ത് യഹൂദന് കൊടുക്കുമെന്ന് ഇവനറിയാം. അത് കൊടുക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഗദനേരരുടെ ദേശത്ത് കർത്താവ് ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ ചെന്നപ്പോ ആ ഭൂതം നിലവിളിച്ച് എന്തെന്ന് അറിയാമോ? കർത്താവെ, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നത് എന്താ? സമയം ആയില്ല എന്ന് അവർക്കറിയാം. ഭൂമി വീണ്ടെടുത്ത് യഹൂദന് കൊടുക്കുന്നതിന്റെ സമയം ആയില്ല, പിന്നെ എന്താ നീ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നേ എന്നേ ചോദിച്ചേ. അതുകൊണ്ട് ഞങ്ങളെ ഇപ്പൊ നീ പാതാളത്തിലേക്ക് അയക്കരുത്, ഞങ്ങളെ പന്നി കൂടുതലേക്ക് അയക്കാൻ പറഞ്ഞു. പന്നിയിലേക്ക് ഇതൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ അവനറിയാം ഭൂമിയെ വീണ്ടെടുക്കുകയും തന്റെ ജനമായ വിശുദ്ധ ജനമായ ഇസ്രായേലിന് അത് കൊടുക്കുകയും ചെയ്യും. അവന്റെ കയ്യിൽ നിന്ന് ഭൂമി പോയി. ഇന്ന് ഭൂമിയുടെ മേൽ ഭരണം നടന്ന സാത്താനാ. ഇന്ന് ഭൂമിയുടെ മേൽ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കളുടെ മേൽ ഭരണം നടത്തുന്ന സാത്താനാ. പക്ഷെ അത് അവസാനിക്കും. നമ്മുടെ കർത്താവും യഹൂദന്മാരും ഭൂമിയുടെ മേൽ ഭരണം നടന്നായിരിക്കുന്ന നാളെ അധികം വിദൂരമല്ല. അത് സംഭവിക്കാനായിട്ട് പോകുന്നു. സ്വർഗത്തെ വീണ്ടെടുക്കുന്നതായിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ദൈവം അനാദികാലം മുതൽ മറച്ചു വെച്ചതാ. സാത്താൻ വിചാരിച്ചു ഭൂമി എന്റെ കയ്യിൽ നിന്ന് പോയാലും സ്വർഗം എന്റെ കയ്യിൽ നിന്ന് പോവുകയില്ലല്ലോ, അവിടെ എനിക്ക് നിത്യം വസിക്കാമല്ലോ, ആ സ്വർഗമണ്ഡലങ്ങളിൽ എനിക്കും എന്റെ സൈന്യത്തിനും ഉല്ലസിക്കാമല്ലോ, അതെന്റെ അവകാശമാണല്ലോ. യഹൂദനെ വീണ്ടെടുക്കുന്നത് ഭൂമിക്ക് വേണ്ടിയാണെന്ന് അവനറിയാം. അപ്പൊ ഇനി സ്വർഗത്തിലെന്നും ഞാൻ തന്നെ. ഈ കാര്യം ഇവൻ അറിയില്ലായിരുന്നു. കാരണം ഇതൊരു പ്രവാചകന്മാരും പ്രവചിച്ചില്ല. ഇതൊരു മനുഷ്യൻ പോലും പഴയ നിയമത്തിലെങ്ങും ഒരു ചെറു സൂചന പോലും ഈ സ്വർഗത്തെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് ആരും എഴുതിയില്ല. എഴുതിയാൽ അവൻ അറിഞ്ഞാനെ.
ഇത് ദൈവം വെളിപ്പെടുത്തിയത് എപ്പോഴാണെന്നറിയാമോ? ഈ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പരിപാടി യഹൂദൻ എന്നുള്ളായിരിക്കുന്ന ഈ പദ്ധതി താൽക്കാലികമായി ദൈവം സ്റ്റോപ്പ് ചെയ്ത് യഹൂദൻ കർത്താവിനെ കൈവിട്ടു, അപ്പോസ്തലന്മാരെ കൈവിട്ടു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, യാക്കോബിനെ വെട്ടിക്കൊന്നു. ഇതെല്ലാം കഴിഞ്ഞ് യഹൂദ മത നേതാക്കന്മാര് കർത്താവിന്റെ അപ്പോസ്തലന്മാരെയും കൈവിട്ട് കഴിഞ്ഞപ്പോൾ യഹൂദൻ എന്ന പദ്ധതി കർത്താവ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അല്ലെങ്കിൽ കണ്ടിന്യൂഷനായിട്ട് അങ്ങോട്ട് പോയേനെ. ആ ദാനിയേൽ പ്രവചനത്തിലെ 70-ാം ആഴ്ചവട്ടത്തിലേക്ക് ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ നീതിയോടെ ന്യായപാലനം നടത്തും എന്നതിലേക്ക് കടന്നു പോയേനെ. എന്നാൽ ആ പദ്ധതി ദൈവം അവിടെ സ്റ്റോപ്പ് ചെയ്തു, അവിടെ നിർത്തി. ക്രിസ്തുവിനെയും യഹൂദ ജനത്തെയും എതിർത്ത് വെല്ലുവിളിച്ചവനായിരിക്കുന്ന പൗലോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു അപ്പോസ്തലനെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു. പൗലോസിനെ വിളിച്ചിട്ട് പൗലോസിനോട് പറഞ്ഞു, ഈ ജനത്തോട് പറഞ്ഞാൽ കേൾക്കുകയില്ല, യഹൂദന്മാരോട് പറഞ്ഞാൽ കേൾക്കുകയില്ല, ഞാൻ നിന്നെ ദൂരെ ജാതികളുടെ അടുത്തിലേക്ക് അയക്കും, നീ പോക, ഞാൻ അവർക്കായിട്ട് രക്ഷയുടെ വാതിൽ തുറന്നിരിക്കുന്നു, പോകാൻ പറഞ്ഞു. അങ്ങനെ ഉയരത്തിൽ നിന്ന് ഒരു അപ്പോസ്തലനെ വിളിച്ചു. അത് ഒന്നാമത്തെ അപ്പോസ്തലനല്ല, 13-ാമത്തെ അപ്പോസ്തലനല്ല. 12 അപ്പോസ്തലന്മാർ ഈ കാറ്റഗറിയിൽ പെടുന്നതേ അല്ല. 12 അപ്പോസ്തലന്മാർ 12 ഗോത്രപിതാക്കന്മാർക്കൊത്തവണ്ണം 12 പേരാണ്. അത് ഈ സ്വർഗരാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവം ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിയുടെ അപ്പോസ്തലന്മാരാണ്. അതിനോട് ചേർക്കാൻ വേണ്ടി ഒരാളെ കൂടി വിളിച്ച ഒരു അപ്പോസ്തലനല്ല പൗലോസ്. ഈ പുതിയ യുഗ പദ്ധതി, അതായത് സ്വർഗത്തെ വീണ്ടെടുക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ പുതിയ പദ്ധതിയുടെ ഒന്നാമത്തെ അപ്പോസ്തലനാണ് പൗലോസ്. ഒന്നാമത്തെ അപ്പോസ്തലൻ പൗലോസിനെ വിളിച്ചിട്ട് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ ശുശ്രൂഷ ഉലക സ്ഥാപനം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന പരിപാടിയാണ്. ഇന്നത്തെ നമ്മുടെ കൃപായുഗം, ഈ കൃപായുഗ വിശ്വാസം, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, നമ്മൾ ദൈവത്തിന്റെ പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്ന ഈ പദ്ധതി, സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതി, ഇത് ഉലക സ്ഥാപനം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന പദ്ധതിയാണ്. കൊലോസ്യർ 1-ാം അധ്യായം 24-ാം വാക്യം. ഇപ്പോൾ ഞാൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്. പൗലോസ് അപ്പോസ്തലനാണ് ഈ ലേഖനം എഴുതുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് പഠിക്കാൻ. അവിടെ വായിക്കുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി. സഭ മണവാട്ടി അല്ല കേട്ടോ. നിങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, നമ്മുടെ സഭ മണവാട്ടി സഭയാ, ക്രിസ്തു മണവാളനാണ്. നമ്മുടെ സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാ. ഈ സഭ എന്ന പദ്ധതിയാണ് ദൈവത്തിൽ അനാദികാലം മുമ്പ് മുതലേ മറഞ്ഞു കിടന്നായിരിക്കുന്ന പദ്ധതി. അതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ശരീരവും തലയുമായിരിക്കുന്ന ഈ ബന്ധം, ഇതാ പുതിയ നിയമസഭ പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. സഭയുടെ, ഏത് സഭയുടെ? ശരീരമാകുന്ന സഭയുടെ. അതായത് സ്വർഗത്തെ വീണ്ടെടുക്കുന്ന ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തായിരിക്കുന്ന സഭ എന്ന പദ്ധതിയുടെ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ്, പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും വെളിപ്പെടാത്ത പരമമായിരിക്കുന്ന രഹസ്യം ഏതാ? ഈ കൃപായുഗ രക്ഷ എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതി, സാത്താന്റെ കയ്യിൽ നിന്ന് സ്വർഗം വീണ്ടെടുക്കുന്ന പദ്ധതി. അവൻ ഈ സഭ എന്ന പദ്ധതി തുടങ്ങുന്നത് വരെ അവൻ ഉല്ലസിച്ചു. സാത്താനും അവന്റെ സൈന്യങ്ങളും ഉല്ലസിച്ചു. സ്വർഗം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല, സ്വർഗത്തിൽ ഞങ്ങൾ എന്നും വാഴും, ഭൂമി വീണ്ടെടുത്ത് യഹൂദന് കൊടുക്കും, പക്ഷെ സ്വർഗത്തിൽ ഞങ്ങൾ എന്നേക്കും ജീവിക്കും. അവന്റെ ആഗ്രഹമായിരുന്നു, അവന്റെ കൊതിയായിരുന്നു. പക്ഷേ ഈ സഭ എന്നുള്ളായിരിക്കുന്ന പരിപാടി തുടങ്ങിയപ്പോഴാണ് ഇവന് മനസ്സിലായത്, അയ്യോ ഞാൻ തകർന്നല്ലോ. പഴയ നിയമത്തിൽ ഈ കൃപായുഗ സഭയെക്കുറിച്ച് ഒരു പോയിന്റ് പോലും എഴുതിയിട്ടില്ല. ഒരു പോയിന്റ് പോലും ഒരു പ്രവാചകന്മാരോടും ദൈവം അരുളി ചെയ്തിട്ടില്ല. ഒരു കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ശബ്ദം പോലും ശബ്ദിച്ചില്ല, പറഞ്ഞിട്ടില്ല. ഈ കൃപായുഗ സഭയെക്കുറിച്ച് ഈ മർമ്മം വെളിപ്പെട്ടത് പൗലോസിനാ. ഈ രഹസ്യം കർത്താവിന് അറിയാൻ കേട്ടല്ല പറയാത്ത, മറച്ചു വെച്ചത് ഈ രഹസ്യം പൊട്ടിച്ചത് പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയത്. ഈ സഭ എന്നുള്ളായിരിക്കുന്ന പരിപാടി അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മനസ്സിലാകാത്ത കാര്യമാണ്. 12 അപ്പോസ്തലന്മാർക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായം
4-ാം വാക്യം നിങ്ങൾ അത് വായിച്ചാൽ നോക്കിയാ, എന്നാലും ഞാൻ ഒന്നോട്ട് വായിക്കട്ടെ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ, പൗലോസ് തന്നെ കുറിച്ച് പറയാ, പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഇത് എഴുതുമ്പോൾ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കടന്നോടെ എഴുതുന്നു, അതുകൊണ്ട് ആ ബദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ എനിക്കൊരു മർമ്മം, മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മർമ്മം, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു, മർമ്മം തെളിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്ററി, രഹസ്യം, ലോകത്തിൽ അന്ന് വരെ ആർക്കും വെളിപ്പെടാത്ത രഹസ്യം. അതിനെയാണ് മർമ്മം എന്ന് വെളിപ്പെടുന്നത്. എനിക്ക് വെളിപ്പെട്ടു എന്നാ പോലും പറയുന്നത്. വെളിപ്പെട്ടു വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം, എനിക്ക് വെളിപ്പെട്ടു വന്ന ആ മർമ്മം അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ആ മർമ്മം എന്താ? ആ രഹസ്യം എന്താ? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായിരുന്നു. ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? പൗലോസ്. ഞാനാണ് അതിന്റെ ശുശ്രൂഷക്കാരൻ, വേറെ ആരുമല്ല. 12 അപ്പോസ്തലന്മാരല്ല, വേറെ ഒരു പരിപാടിയല്ല. ഇത് പൗലോസാണ്. ഞാൻ അതിന്റെ ശുശ്രൂഷക്കാരനായി തീർന്നു. എന്നിട്ട് താഴെ വായിക്കുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്, പൗലോസ് പറയുന്ന വാക്ക, എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. അനാദികാലം മുതൽ ദൈവത്തിൽ ഈ സഭ എന്ന പരിപാടി ദൈവത്തിന് മറഞ്ഞ് കിടക്കുകയായിരുന്നു. വെളിപ്പെടുത്തിയില്ല. എത്ര സാഹചര്യം ഉണ്ടായിട്ടും ദൈവം വെളിപ്പെടുത്തിയില്ല. വെളിപ്പെടുത്താത്തതിന്റെ കാരണം ഞാൻ അടുത്ത വാക്യം പറയാൻ പോവുകയാണ്. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ വാക്യം നിങ്ങളൊന്ന് മനസ്സിൽ കുറിക്കുക. എന്നിട്ട് ഇത് നിങ്ങളെ എന്നും ചിന്തിപ്പിക്കും. എന്നും ഈ വാക്യം നിങ്ങളെ ചിന്തിപ്പിക്കും. അടുത്ത വാക്യം, 10-ാമത്തെ വാക്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. എന്താ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം? സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, വാഴ്ചകളും അധികാരം എന്ന് പറഞ്ഞാൽ ആരാ? സാത്താന്യ സൈന്യങ്ങൾ, സാത്താനും അവന്റെ ദൂതന്മാരും അടങ്ങുന്ന സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും. നമ്മൾ എഫെസ്യ ലേഖനം 6:12 ആദ്യം വായിച്ചില്ലേ? നമുക്ക് പോരാട്ടമുള്ള ജഡരക്തമുള്ള സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മാ സേനയുടെ ഒന്ന്. ആ ദുഷ്ടാത്മാ സേനയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ സ്വർഗത്തിൽ വാഴുന്നവരവര്, അവർക്ക് സ്വർഗത്തിൽ ആധിപത്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന്റെ 2-ാമത്തെ വാക്യം അത്. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് പറഞ്ഞാൽ പിശാചിനും അവന്റെ ദൂത സൈന്യങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭ മുഖാന്തരം ഈ പുതിയ നിയമ സഭയെ പൗലോസിലൂടെ വെളിപ്പെട്ട ഈ സുവിശേഷ പ്രകാരം റോമിലും എഫെസോസിലും കൊരിന്തിലും ഗലാത്യ പ്രവിശ്യകളിലും തെസലോനിക്കയിലും എല്ലാ സഭകളുണ്ടായി വന്നപ്പോഴാണ് ഇവൻ ചങ്കത്തടിക്കണേ, ഇവൻ മാർത്തടിക്കണേ. ഇവൻ ഒരു കാര്യം മനസ്സിലായി, അയ്യോ പോയല്ലോ, എന്റെ സ്വർഗവും എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ. ഇവനിത് മനസ്സിലായത് സഭ മുഖാന്തരമാ. ഈ സഭയിലേക്ക് നോക്കിയപ്പോൾ, പുതിയ നിയമ സഭയിലേക്ക്, കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് നോക്കിയപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. ഭൂമി ഓൾറെഡി എന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ സ്വർഗം പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ, ഇതിപ്പോൾ ഈ പദ്ധതി ആയിരുന്നോ ദൈവത്തിൽ അനാദികാലം മുമ്പ് മറഞ്ഞു കിടന്ന പദ്ധതി? ദൈവം ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ച പദ്ധതി ഇതായിരുന്നോ? പോയല്ലോ എന്റെ കയ്യിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ കാര്യം ദൈവം വെളിപ്പെടുത്താതെ ഈ അനാദികാലം മുതൽ ഈ മഹാരഹസ്യം, ഇന്നത്തെ സഭ എന്ന രഹസ്യം ദൈവം മറച്ചു വെച്ചതെന്നറിയാമോ? ഞാനൊരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതലുള്ള വാക്യം. മനസ്സിലാവും എന്താ ഇത് ദൈവം മറച്ചു വെച്ചേ.
ഇത് വെളിപ്പെടുത്താത്തത്, ഇത് പ്രവാചകന്മാരിലൂടെ ഈ സഭയെക്കുറിച്ച് പറയാത്തത് എന്താ എന്ന് മനസ്സിലാകും. നോക്കിയേ, അവിടെ നോക്കിയേ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി, എപ്പോഴാ നമ്മുടെ ഈ രക്ഷാ പദ്ധതി ദൈവം ഒരുക്കിയ? ലോക സൃഷ്ടിപ്പിന് മുമ്പേ ദൈവം ഒരുക്കിയ പദ്ധതിയിലായിരുന്നു നമ്മളായിരിക്കുന്നത്. ആ മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. എന്നിട്ട് പറയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. എന്തോ ഒരു ദൈവിക രഹസ്യം നോക്കിയേ. ഈ സംഗതി പൊട്ടിച്ചാൽ ഈ സഭ സ്വർഗത്തെ വീണ്ടെടുത്ത് സാത്താനെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളയുമെന്നുള്ളായിരിക്കുന്ന കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ, ഈ സംഭവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞായിരുന്നെങ്കിൽ, ഈ സംഭവം കർത്താവായ യേശുക്രിസ്തു 3.5 വർഷം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു പോയായിരുന്നെങ്കിൽ, ഈ സംഭവം 12 അപ്പോസ്തലന്മാർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ, ഇത് സാത്താൻ അറിയുമായിരുന്നു, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിയുമായിരുന്നു, അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. നോക്കിയ എന്തൊരു അത്ഭുത. നിങ്ങൾ ഓർത്തു നോക്കിയ, കർത്താവിനെ ക്രൂശിച്ചില്ലായിരുന്നെങ്കിലോ ഇന്ന് ഞാനും നിങ്ങൾ ക്രിസ്ത്യാനികളാകുമോ? ഞാനും നിങ്ങൾ വിശ്വാസികളാകുമോ? കർത്താവ് കാൽവരി കുരിശിൽ മരിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇത് രക്ഷപ്പെടാൻ വേണ്ടി, ഈ കാര്യം ഇത് ലോകത്തിൽ നടക്കാൻ വേണ്ടി, കർത്താവായ യേശു ക്രൂശിൽ മരിക്കാൻ വേണ്ടി സാത്താൻ അല്ലെങ്കിൽ തടവെക്കും. സാത്താൻ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ എന്താ പറയുന്ന യഹൂദന്മാരുടെ ഹൃദയത്തിൽ കയറും, ഇവനെ കൊല്ലണ്ട എന്ന് പറയിപ്പിക്കും. പീലാത്തോസിന്റെ ഹൃദയത്തിൽ കയറും, കൊല്ലണ്ട, വിധിക്കണ്ട എന്ന് പറയും. എങ്ങനെയും കുരിശു മരണത്തെ തടുക്കും അവൻ. തടുത്തായിരുന്നെങ്കിൽ, നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാതെ വിട്ടായിരുന്നെങ്കിൽ, ഈ ഞാനും നിങ്ങളും ഇന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകില്ലായിരുന്നു. ഇത് സംഭവിക്കാൻ വേണ്ടി, ക്രൂശ് മരണം സംഭവിക്കാൻ വേണ്ടി അനാദികാലം മുതൽ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന ഈ പദ്ധതി ദൈവം മറച്ച് സൂക്ഷിച്ചു. ആരോടും പറഞ്ഞില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പോലും ഒരു അക്ഷരം ഇതിനെ കുറിച്ച് മിണ്ടിയില്ല. യഹൂദന്മാരുടെ വീണ്ടെടുപ്പ് പദ്ധതിയായി 3.5 വർഷവും കർത്താവ് പറഞ്ഞുള്ളൂ. ഈ കാര്യം പറഞ്ഞില്ല. സ്വർഗത്തിലേക്ക് പോയ കർത്താവ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിച്ചിട്ട് ഈ മഹാരഹസ്യത്തിന്റെ മറയങ്ങ് നീക്കി ഈ സഭ എന്നുള്ളായിരിക്കുന്ന പദ്ധതി അങ്ങ് തുറന്നു. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതേ ഭൂമിക്ക് വേണ്ടല്ല. ഞാൻ ആദ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. എന്താ യഹൂദനെ വീണ്ടെടുത്തിരിക്കുന്നത്? എന്തിനാന്ന് പറഞ്ഞ? ഭൂമിക്ക് വേണ്ടി. സംശയമില്ലല്ലോ. കുറെ ബാക്കി ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ? അവരുടെ പ്രത്യാശ എന്താ? അവരുടെ രാജ്യം വരണം അല്ലേ? കർത്താവ് ഭൂമിയെ വീണ്ടെടുത്ത് അവർക്ക് കൊടുക്കണം. 1000 ആണ്ട് ഭൂമിയെ വാഴണം, പിന്നെ പുതിയ ഭൂമി ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. ഇതൊക്കെ അവരുടെ പ്രതീക്ഷ. നമ്മളെ വീണ്ടെടുത്ത് എന്തിനാ? ഫിലിപ്പിയർ 3:20 എന്ന് പറഞ്ഞ നമ്മുടെ ഫിലിപ്പിനൊക്കെ പൗലോസ് എഴുതിയല്ലേ? അറിയില്ലേ? പൗലോസ് ആർക്ക് എഴുതിയ? ഈ കൃപായുഗ വിശ്വാസികൾക്ക് എഴുതിയതാ പൗലോസ് എഴുതിയത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആ 2 വീണ്ടെടുപ്പ് പദ്ധതിയുടെ രഹസ്യം പൊളിക്കുന്നുണ്ടോ? നമ്മുടെ പൗരത്വമോ. യഹൂദന്മാര് പറഞ്ഞ, നീ എപ്പോഴാ കർത്താവേ ഞങ്ങൾക്ക് രാജ്യത്താക്കി തരുന്നേ? അവർക്ക് അത്രേ ചോദിക്കാൻ അറിയുള്ളൂ. നീ എന്നാ രാജാവായിട്ട് വരുന്നേ? നീ വരുമ്പോ എന്നെ ഒരുത്തനെ അടുത്ത് മലത്തുരുത്തണം. അപ്പൊ അവരെയും പഠിപ്പിച്ചു ദൈവത്തിന്റെ രാജ്യം ഭൂമിയിലേക്ക് വരുന്നതിനെ ഓർത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതാ അവരുടെ പദ്ധതി. അത് ദൈവം അത് തെറ്റൊന്നും പഠിപ്പിച്ചല്ല. നമ്മളെ ഈ പരമരഹസ്യം പൗലോസിനെ വെളിപ്പെടുത്തിയപ്പോൾ പൗലോസ് പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നമുക്കിവിടെ ഭൂമിയിൽ ഒന്നുമില്ല. യഹൂദൻ ഭൂമിയിലുള്ള അന്വേഷിക്കുമ്പോൾ നമ്മൾ ഉയരത്തിലുള്ളതാണ് അന്വേഷിക്കുന്നത്. എന്നിട്ട് താഴെ പറയാണ്, അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മളെ വിളിച്ചിരിക്കുന്നതേ സ്വർഗത്തിന് വേണ്ടിയിട്ടാ. നമ്മൾ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടിട്ടാ. നമുക്ക് വേണ്ട സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ആരാ? ക്രിസ്തു. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ഈ പുതിയ നിയമ സഭയെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ക്രിസ്തുവിലൂടെയല്ലേ. നിന്റെ സന്തതി
നിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സന്തതി എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ആ സന്തതിയാ നമ്മള് ദൈവമക്കളാ. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിട്ടാ. നമ്മൾ സ്വർഗത്തിനുള്ളവരാ. നമ്മളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് അന്ന് അബ്രഹാമിനോട് പറഞ്ഞത്. യഹൂദന്മാർ ഭൂമിയിലെ മണൽത്തരിക്ക് തുല്യരാ, നമ്മൾ സ്വർഗത്തിലെ നക്ഷത്രങ്ങൾക്ക് തുല്യരാ. നമ്മള് സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ സഭയാ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ചിട്ട് തുടങ്ങിയ സഭയാ, ഭൂമിയിൽ വന്ന് പണിത സഭയല്ല. ആ സഭയല്ല നമ്മുടെ സഭ. ഇത് സ്വർഗത്തിൽ നിന്ന് വിളിച്ച അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന സഭയാ. സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ചു തുടങ്ങി ഈ സഭ കൃപായുഗം എന്നറിയപ്പെടുന്നു. കൃപയുടെ സുവിശേഷമാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർന്നു. ഇതാ നമ്മുടെ സുവിശേഷം. ഇത് ക്രിസ്തുവിന്റെ മരണത്താൽ സംഭവിച്ചായിരിക്കുന്ന കാര്യ. ഇത് പൗലോസിനോട് വെളിപ്പെടുത്താതിരിക്കുന്ന കാര്യ. അപ്പൊ ആ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയതായിരിക്കുന്ന ഈ സഭ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം വന്ന് സ്വർഗത്തിലേക്ക് ചേർക്കും. മധ്യാകാശം വന്ന് സ്വർഗത്തിലേക്ക് ചേർക്കും. ഞാൻ ആദ്യം യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് വരുന്നതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഒലിമലയിൽ നിന്ന് പോയി ഒലിമലയിൽ തന്നെ വരും. അത് യഹൂദന്മാർക്ക് വേണ്ടി 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി വരുന്നതാ. നമ്മൾ എവിടേക്കാ ചേരുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമെന്നല്ല അതിന്റെ അർത്ഥം. മധ്യാകാശ വരികയും നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നത് നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. മധ്യാകാശത്തിലേക്ക് പോകും. ഇങ്ങനെ നാം എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. 1 തെസ്സലോനിക്കർ ലേഖനം 4:16 മുതൽ 18 വരെയുള്ള 18-19 വാക്യങ്ങളാണ്. അവിടെയും പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന് 50 വാക്യങ്ങളിലും കണ്ണു വെക്കുന്ന നേരം കൊണ്ട് നാം രൂപാന്തരപ്പെട്ട് നൊടിയിടിയിൽ പറന്നു വരും. കർത്താവിന്റെ ശബ്ദം ഇന്ന് ധ്വനിച്ചാൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് സ്വർഗം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. സ്വർലോകങ്ങളിൽ വാഴുന്ന ദുഷ്ടാത്മസേനയെ നമ്മൾ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴേക്കിടും. അതുവരെ അവൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്, അതാദ്യം ഞാനൊന്ന് പറയട്ടെ, വെളിപ്പാട് പുസ്തകം എഴുതിയത് നമുക്ക് വേണ്ടിയിട്ടല്ല. ഇത് മഹാപീഡനകാല യഹൂദന്മാരുടെ പുസ്തകമാണ്. അവർക്ക് വേണ്ടി എഴുതിയാണ്, അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. അത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് യഹൂദനോട് ഇടപെടുന്ന ഇടപെടും. ഇന്ന് യഹൂദിന്റെ പ്രോഗ്രാം നിർത്തിവെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്കെന്നറിയാവോ? ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം. അതുവരെ യഹൂദിന്റെ പ്രോഗ്രാം നിർത്തിവെച്ചിരിക്കുക. റോമാലേഖനം 11:25 വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ ഈ കൃപായുഗ വിശ്വാസികളുടെ ഒരു സംഖ്യയെക്കുറിച്ച് ദൈവത്തിന് അറിയാം, നമുക്കാർക്കും അറിയില്ല. അത് ചേർന്ന് കഴിയുമ്പോൾ ഈ സഭ ഉൽപ്രാവണത്തിൽ കർത്താവ് മധ്യാകാശം വരും. ഈ സഭയെ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ ഈ സഭയെ സ്വർഗത്തിലേക്ക് എടുക്കും. അതോടെ ഈ പ്രോഗ്രാം ഭൂമിയിൽ അവസാനിക്കും. പിന്നെ ഈ ഉൽപ്രാവണത്തിൽ കൈവിടപ്പെട്ടു പോകുന്ന ഒറ്റ വ്യക്തിക്ക് പോലും പിന്നെ എത്ര കൈകാലിട്ടടിച്ചാലും മാറത്തടിച്ച് കരഞ്ഞാലും രക്ഷയുടെ വാതിലില്ല. ഇതാവുന്നു സുപ്രസാദ കാലം, ഇതാവുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ പ്രാപിക്കുക. ഇത് കഴിഞ്ഞിട്ട് ആർക്കും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഈ ഉൽപ്രാവണം കഴിഞ്ഞ് സഭ അങ്ങെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ജാതികളിലേക്കുള്ള വാതിൽ അടഞ്ഞു. പിന്നെ നിർത്തിവെച്ച യഹൂദൻ എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. യഹൂദൻ എന്ന പ്രോഗ്രാം ഇപ്പൊ നിർത്തിവെച്ചിരിക്കുക. പൗലോസിനെ വിളിച്ച കാലം തൊട്ട് നിർത്തിവെച്ചിരിക്കുക ആ പ്രോഗ്രാം. ഏതാ? ഭൂമിയെ വീണ്ടെടുക്കുന്ന പ്രോഗ്രാം. അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി ആ ഭൂമിയെ വീണ്ടെടുക്കുന്ന പരിപാടി നടന്നേനെ, 1000 ആണ്ട് വാഴ്ച നടന്നേനെ. യഹൂദൻ വിട്ടതുകൊണ്ട് ഇന്ന് അത് നിർത്തിവെച്ചു. ഈ കൃപായുഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായ രക്ഷ. നമുക്ക് ആർക്കും ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, ഒരു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നമുക്കില്ല. വിശ്വസിച്ച യേശുവിന്റെ കാൽവരിയാഗത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമുക്ക് രക്ഷ. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഈ വാക്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉൽപ്രാവണം കഴിഞ്ഞ സഭ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി.
തന്റെ ഈ മഹാസർപ്പം എന്ന് പറഞ്ഞാൽ പിശാചും അവന്റെ സൈന്യത്തോടും മിഖായേലും അവരുടെ ദൂതന്മാരും പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവര് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയാന്ന് പറഞ്ഞില്ലേ, സ്വർഗം അവന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങ് ഉൽപ്രാവണത്തിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അവനോട് മിഖായേലും അവന്റെ ദൂതന്മാരും പടവെട്ടുന്നത്. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. സ്വർഗത്തിൽ നിന്ന് അവനെ എന്നേക്കുമായി മുടിച്ചു കളഞ്ഞു, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നദ്ധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ആരാ സ്വർഗവും അതിൽ വസിക്കുന്നവരും? മനസ്സിലാവുന്നുണ്ടോ? സ്വർഗവും അതിൽ വസിക്കുന്നവരാരാ? നമ്മളാ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. മഹാപീഡന കാലം എന്ന് പറയുന്നത് ഇവിടെയാ തുടങ്ങുന്നത്. അവനെ വെട്ടി താഴേക്കിട്ട് കഴിയുമ്പോൾ പിന്നെ അല്പകാലമേ ഉള്ളൂ എന്ന് അവനറിയാം. അവനെ പിടിച്ച് ബന്ധിക്കാൻ പോവുക, 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പോവുക. ഇവനെ വെട്ടി താഴേക്കിട്ട് കഴിയുമ്പോൾ ഒരു 3.5 വർഷം കൂടിയുണ്ട്. 7 വർഷമാണ് മഹാപീഡനം, അതിന്റെ 2ാം പകുതി 3.5 വർഷം കൂടിയുണ്ട്. അവൻ ഈ ഭൂമിയെ കുട്ടിച്ചോറാക്കും. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മരിച്ചാ മതി എന്നും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവര് മലകളെ ഞങ്ങളെ മൂടിക്കളവിൻ, കുന്നുകളെ ഞങ്ങളുടെ ശിരസിന്മേൽമേ വീഴുവിൻ, ഞങ്ങളെ കൊന്നുകളവിൻ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയും. അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് വെച്ച് സ്വർഗത്തിൽ നിന്ന് അങ്ങ് വെട്ടി താഴേക്കിട്ട് കഴിയുമ്പോൾ ഇവൻ ഈ ഭൂമിയിൽ വസിക്കുന്നവരെ അതികഠിനമായിട്ട് പീഡിപ്പിക്കും. അതാണ് മഹാപീഡന കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇല്ല. നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഉൽപ്രാവണത്തിൽ നമ്മൾ എടുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വർലോക മണ്ഡലങ്ങളിലെ വാഴ്ച മുഴുവൻ നമുക്ക് ദൈവം തരുന്നു. ക്രിസ്തു വാഴുന്നതിനെ മുഴുവൻ നമ്മളും വാഴും. എന്താ കാരണം എന്നറിയാവോ? അതാ ക്രിസ്തു നമ്മളുമായിട്ടുള്ള ബന്ധം. ശിരസും ശരീരവുമാണ്. ശിരസിന്റെ സകല അധികാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശിരസിന് എന്തെല്ലാം അധികാരമുണ്ടോ അവനെ ഉയർത്തി എത്ര വലിയ അധികാരത്തിൽ വെച്ചിട്ടുണ്ടോ അതേ അധികാരത്തിലേക്കും പദവിയിലേക്കും നാം കയറി ചെല്ലുകയും നാം സകലത്തെയും വാഴുകയും ചെയ്യും. അങ്ങനെ സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതിയും ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിയും മനസ്സിലായോ? യഹൂദനെ വിളിച്ചിരിക്കുന്നത് ഭൂമിയെ വീണ്ടെടുക്കാനാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗത്തെ വീണ്ടെടുക്കാനാണ്. നമ്മളെ വിളിച്ച പദ്ധതി പൗലോസിലൂടെയാണ് ലോകത്തിന് വെളിപ്പെട്ടത്. അല്ലാതെ കർത്താവ് പറഞ്ഞ പദ്ധതിയല്ല, 12 അപ്പോസ്തലന്മാർ പറഞ്ഞ പദ്ധതിയല്ല. ഈ കൃപായുഗം അവസാനിക്കുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ വരുമ്പോൾ, ഉൽപ്രാവണം നടന്നു കഴിയുമ്പോൾ ഈ പദ്ധതി അവസാനിക്കും. നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സാത്താനെ വെട്ടി താഴേക്കിടും. 3.5 വർഷം മഹാപീഡനം. അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് കാലുകുത്തി കഴിയുമ്പോൾ അവനെ പിടിച്ച് ബന്ധനത്തിലിടും. ഭൂമി യഹൂദനും ഏൽപ്പിച്ചു കൊടുക്കും. ഭൂമിയുടെ ഭരണം യഹൂദനെ ഏൽപ്പിക്കും, സ്വർഗത്തിന്റെ ഭരണം നമുക്ക് ഏൽപ്പിക്കും. 2 വീണ്ടെടുപ്പ് പദ്ധതി. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അതെത്ര കാലം അങ്ങനെ മുമ്പോട്ട് പോകും? യഹൂദൻ ഭൂമിയിൽ തന്നെ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കായി എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അടുത്ത നിത്യതയിൽ ഭൂമിയിലെ യഹൂദനും സ്വർഗത്തിലെ നമ്മളും ഒന്നായി ചേരും അടുത്ത നിത്യതയിൽ. അതുവരെ ഇത് 2 മണ്ഡലങ്ങളിലായി. അടുത്ത നിത്യത വരെ യഹൂദനുള്ള പ്രോഗ്രാം ഭൂമിയായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ പ്രോഗ്രാം സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും. ഇതൊക്കെ ഇത്രയും വലിയ മർമ്മങ്ങൾ ദൈവത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ കാൽവരി യാഗത്തിൽ വിശ്വസിച്ച് രക്ഷപ്പെടുക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ ശ്രദ്ധയോടെ കേട്ടതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു.